ചന്തയിലും പോയില്ലേ? പോയി, നേരത്തെ പോന്നു. ആ, അതാ നല്ലത്. ഏയ്, ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ എന്ന്? ഇല്ലല്ലോ. ഇച്ചിരി ഉമിക്കരി തരുവോ? ഇവിടെ ഉമിക്കരി ഇല്ല. അതെന്താ? ചെല്ലമ്മ പല്ല് തേക്കത്തില്ലയോ? എന്തിനു വേണം അറിഞ്ഞിട്ട്? അല്ല, നല്ല ഒന്നാന്തരം മുല്ലമുട്ട് പോലിരിക്കുന്ന പല്ലുകൾ. വിഷമിക്കണ്ട, പോയി. ചെല്ലമ്മേനെ അറിയോ? എനിക്കാരും അറിഞ്ഞൂടാ, അറിയുകയും വേണ്ട. എന്നാൽ ഞാൻ പോയേക്കാം. ഇവിടെ ആരും വിളിച്ചില്ലല്ലോ. വിളിച്ചില്ല, സമ്മതിച്ചു. ഇച്ചിരി ഉമിക്കരി തന്നാൽ. ഉമിക്കരി ഇല്ലെന്നല്ലേ പറഞ്ഞത്? നീ ഉമിക്കരി ആ എഞ്ചിൻ ഓട്ടിക്കുന്ന ഡ്രൈവർക്ക് കൊണ്ടുകൊടു. ചെല്ലമ്മ ഇന്ന് ചന്തയിൽ പോയില്ലേ? പോണം. വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും. എന്തിനു വേണം? ഒന്നും വേണ്ട, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ചെല്ലമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? എങ്ങനെ അറിഞ്ഞു? ചിമ്മിനി വിളക്കരിയുന്ന കണ്ടു. ആരോ പാടുന്നത് കേട്ടല്ലോ, എഞ്ചിൻ പുരയിൽ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, കള്ളം. നല്ല പാട്ടായിരുന്നു. ചുമ്മാ ഒറ്റയ്ക്കിരുന്നപ്പോൾ അറിയാതെ പാടിപ്പോയി. അതിനുശേഷം ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, അതെന്തിനാണ്? ആ പാർവതികാർ വല്ല ശല്യവും ചെയ്യുന്നുണ്ടോ നോക്കാൻ. എനിക്കും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഒന്നും അങ്ങ് പേടിക്കണ്ട കേട്ടോ. ഞാൻ കുളിക്കട്ടെ. ചെല്ലമ്മേ, ചെല്ലമ്മേ, ഒരു സഹായം ചെയ്യാവോ? എന്തിനാണെന്ന് പറയിൻ. ഈ മീനൊന്ന് കറി വെച്ച് കൊടുത്തയക്കാവോ? ഞാൻ കറി വെച്ചാൽ നന്നാവില്ല, പിന്നെ വഴക്കിന് വരരുത്. അത്രയ്ക്കൊക്കെ നന്നായാൽ മതി. പക്ഷേ വടക്കം പുളിയിട്ട് വെക്കണം, മനസ്സിലായോ? ഉമിക്കരി. ചെല്ലമ്മ ഇന്ന് ചന്തയിൽ പോണില്ലേ? ഇന്ന് ചന്തയില്ലല്ലേ. അതുമല്ല, ഇന്ന് ഉച്ച തിരിഞ്ഞ് ഞങ്ങൾ തൂക്കം കാണാൻ പോന്നു. ഞാനും വരട്ടോ? ഓഹോ, വരുമോ? ചെല്ലമ്മ വിളിച്ചാൽ എവിടെ വേണമെങ്കിലും വരാം. എന്താ, വിശ്വാസമില്ലേ?
ഉത്സവസ്ഥലത്ത് നിന്ന് പോരുന്നത് ഞാൻ കണ്ടു. ഈശ്വര, ഈ നേരത്ത്? ഏത് നേരത്തും നീയാണ് എന്റെ മനസ്സിൽ. ചെല്ലമ്മേ, ചെല്ലമ്മ പേടിച്ചു പോയോ? ഞാൻ അയ്യോ, എനിക്ക് ഭയമാവുന്നു. ചെല്ലമ്മയ്ക്ക് എന്താണ് ഇത്ര പരിഭ്രമം? അയ്യോ, വിടൂ, എന്നെ തൊടല്ലേ. വിഷമിക്കണ്ട. അയ്യോ, എനിക്ക് പേടിയാവും. ചെല്ലമ്മ എന്റേതാ, എന്റെ മാത്രം. ചെല്ലമ്മ പിന്നെയും കരയുകയാണ്. ഞാൻ വെളുപ്പിനെ എഞ്ചിനും കൊണ്ട് പോവുകയാണ്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ. വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എഞ്ചിൻ പുരയിലിരിക്കുമ്പോൾ എല്ലാ രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. ചെല്ലമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ അമ്മ മരിച്ചപ്പോൾ ഒന്നു മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കൈ പിടിച്ച് നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നീ ഒരുത്തെങ്കിലും. ചെല്ലമ്മേ, ഞാൻ കാരണം നിനക്ക് ഒരു മാനക്കേടും വരില്ല. ധൈര്യമായിരിക്കേ, ഞാനല്ലേ പറയുന്നത്. ഞാൻ പോട്ടെ ചെല്ലമ്മേ. കടകടച്ച് കിടക്ക്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ, തിരിച്ചു വരും. എന്താണോ കൊച്ചിരാമ, ചെല്ലമ്മ എവിടെ? ഞങ്ങൾ എത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നു. അക്കനെ എഴുതിച്ചില്ല. എന്താടാ, സുഖമില്ലേ? എന്ത് ചെല്ലമ്മ പെരകത്ത് കയറി ഒളിച്ചിരിക്കണത്? എന്തിനു പറ്റി? ഒന്നും പറ്റിയില്ല, മേലൊക്കെ ഒരു വേദന. മനസ്സിന് വേദനയൊന്നും ഇല്ലല്ലോ. പനിയുണ്ടോടി? ഒന്നുമില്ല. പയ്യങ്കി കിടന്നു, ഞങ്ങൾ പോണു. എന്ത് ചെയ്യല്ലമ്മ, എന്തിനാലോചിച്ചോണ്ട് നിക്കണത്? ഇല്ല ഇല്ല, ഒന്നും ആലോചിക്കുന്നില്ല. നാട് ഉറങ്ങിപ്പോയി ആ ഇഞ്ചം പോയതോടെ. ആവിയുമില്ല അനക്കുമില്ല, അല്ലേ അല്ലമ്മ? നിന്റെ അവനിനി എന്ന് പരിപാടി? ആര്? നിന്റെ എഞ്ചിൻ ഡ്രൈവർ. വീഴും കൊണ്ട് ഓടി അവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അങ്ങനത്തെ അവന്റെ മൂക്ക് പിടിച്ച് ശാന്തിരിക്കുമായിരുന്നു. നാരായണം, ഒന്ന് തന്തയ്ക്കൊണ്ട് കൊടുക്കും. ആരായിരിക്കും? ചുമ്മാ ഇങ്ങനെ കടത്തിന്റെ കയറി മുട്ടും കെട്ടി എന്നിട്ട് വന്നിരിക്കുന്നു. തന്തയ്ക്ക് പറയാം, നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ എന്റെ ചോര പിടിഞ്ഞു വെച്ച് ജീവിക്കും? നീ ചേമ്പാറ കാശെടുക്കടി. അരി വെള്ളം ചേർത്തുണ്ടാക്കുന്ന കാശല്ലല്ലോ. ചേക്കണ്, നിങ്ങ കണ്ടാ ചേക്കണത്? എന്തിനടി അമ്മൂ ഭാര്യയും ഭർത്താവും കൂടെ വഴക്ക്? അല്ല നോക്കക്ക, ഞാൻ ചുമടയൊന്നും കൊണ്ട് കൊടുക്കണ ഇങ്ങനെ കള്ളം കഞ്ചാവും കുടിക്കാൻ. വാ കൊട്, മറ്റാർക്കും അല്ലല്ലോ, പിള്ളേരുടെ തന്തയ്ക്കല്ലയോ? വരണാക്ക. കുന്നംകുളങ്ങരെ കുഞ്ഞുകൂട്ടിയമ്മേടെ പൊന്മകൾ ശാരദ പൊന്നുമോള് കല്യാണം ചെയ്തോരു കാന്തനോരു ദീനം മല്ലാച്ചി മറ്റൊരു നാരിയെയും കേട്ടുവെന്നുള്ളൊരു വൃത്താന്തം കേട്ടിട്ട് ഞെട്ടി വിറയ്ക്കുന്ന ചാര
കൊതളഞ്ഞ ഒന്നു പറിച്ചെടുത്തു കൊതളഞ്ഞാതിന്നു കഷ്ടം ഭഗവാനെ തിരുമേരി എന്തേ ദൂരം നീടാത്തു. കേളടിയല്ലോ ആ മണ്ണന്മാരി അലക്കലില്ലേക്ക അവിടെ കാച്ചിരിക്കുന്ന കായാണോ ഈ ഒതളങ്ങ ഈ വരിക്കുമാങ്ങ പോലെ? ഓ എന്തെങ്കിലും ആവട്ടെ, നീ ഇതൊന്ന് കേള്. അക്ക കല്യാണം എവിടുത്തെ കല്യാണമാണ് ഇത്? ചെറുക്കനും പെണ്ണും ജോഡി തന്നെ ഓടിയല്ലമ്മ. എനിക്ക് അകലത്തെ കാണണേ. ഓ ജോഡി നോക്കാഞ്ഞിട്ട വാക്ക നമുക്ക് കിടക്കാം. പള്ളിയക്ക പിന്നെ ഇത്ര ആളും മേളം ഒന്നും ഇല്ലെങ്കിലും കല്യാണമാവില്ലേ അക്ക? പെണ്ണും മാപ്പിളയും മാത്രം മതിയെന്നു മണ്ടി. പിന്നെ പോരെ, അവരുടെ മനസ്സിലല്ലേ അക്ക കല്യാണം? തന്നെ തന്നെ. പക്ഷേ അതിന്റെ പേര് വേറെയാ, കല്യാണമല്ല. നീ വന്ന് കിടക്ക. ആരാണ് ഛർദിക്കണത്? ചെല്ലമ്മ എന്താടി? കാർത്തി ഓടിപ്പോയി ഒരു കോടി വെള്ളം കൊണ്ടുവാ. എന്തരടി അല്ലമ്മ? എന്തരടി അല്ലമ്മ? ഒന്നുമില്ല, കാലത്ത് ഇത്തിരി പഴങ്ങഞ്ഞു കുടിച്ചതാണ്. അപ്പൊ മുതലേ ഒരു മനമറിപ്പ്. നീ ഇനി ചന്തയിൽ വരണ്ട, വീട്ടിൽ പോയി കിട. വേണ്ട, എനിക്ക് അത്രത്തോളം ക്ഷീണമൊന്നുമില്ല. പറഞ്ഞത് കേരടി പണി. ഞാൻ മരുന്ന് വഴിക്ക് വൈദ്യശാല കയറിച്ചിട്ട് മരുന്ന് വല്ലതും മേടിച്ചോണ്ടില്ല. എങ്ങനെ ഇരിക്കുന്നു മോളെ? സാരമില്ലക്ക, മാറി. ആ ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കാരച്ചട്ടയും ഗ്ലാസ്സും ഒന്നും ഇല്ലടി. ചെല്ലമ്മ, എന്തോ ഇതെന്തരാണിത്? ഇത് കൊള്ളാം. മനുഷ്യർക്ക് വല്ലതും വയറ്റിനെ പിടിക്കാതായാൽ ഛർദിക്കൂല്ലേ? ഇങ്ങോട്ട് നോക്കാൻ.